ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. പോകുന്ന വഴി തന്നെയാണ് ഗോകുലം മാളുള്ളത്. കുറേ തവണ നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്ന് എന്തായാലും നമ്മൾ അവിടെ നിന്ന് കയറി കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ, ഇവിടെയാണ് 2001 അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്ന മാവൂർ ഗ്വാളിയർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. മാളിൽ ഞങ്ങൾ ഒന്നും വാങ്ങിക്കാനായിട്ട് കയറിയതല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ബട്ട മാളാണ് കേട്ടോ ഗൈസ്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ 30 രൂപ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എവിടെ നോക്കാതെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് താഴേക്ക് ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ ഇറങ്ങി. ഇങ്ങനത്തെ സ്ഥലത്ത് കയറുമ്പോഴുള്ള കുഴപ്പം എന്താ അറിയോ, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ സമയം പോണത് അറിയേയില്ല. പാർക്കൊക്കെ ജസ്റ്റ് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ കയറാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീച്ചിൽ എത്തലേ ഉണ്ടാവില്ല. സമയം കുറേ പോയത് നൈക്കയുടെ ഷോപ്പിലായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടല്ല, അവിടെയുള്ള സാധനങ്ങളൊക്കെ ട്രൈ മീ ട്രൈ മീ ട്രൈ മീ അങ്ങനെ എഴുതി വെച്ചിട്ട് നൈനൂനെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ട്രൈ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾ പോലും അറിഞ്ഞില്ല സമയം പോയത്. അങ്ങനെ 3 മണിക്കാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പാരഗണിൽ പോകാൻ നോക്കിയപ്പോൾ അവിടെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. പാർക്കിംഗ് പോലും ഇല്ല ഗൈസ്. ഏതായാലും സമയം 3 മണിയായല്ലോ, അപ്പം ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ബീച്ചിലൊക്കെ പോയി നൈനൂനൊരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നല്ലൊരു ചായയും കുടിച്ചു. വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നൈന ഒട്ടകത്തിൻ്റെ പുറത്തൊരു സവാരി കൂടി നടത്തി. കുതിരപ്പുറത്ത് കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നൈന ഈ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറിയിട്ടുള്ളത്. പിന്നങ്ങോട്ട് ഇരുട്ടും വരെ കടലിലായിരുന്നു കളി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഓണം വിഷുവൊക്കെ ആവുമ്പോൾ വീട്ടിലെല്ലാവരും കൂടിയിട്ട് ബീച്ചിലോ പാർക്കിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവും. മിക്കവാറും നമ്മൾ ബീച്ചിൽ തന്നെയാണ് പോവല്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബീച്ചിലേക്കാണ്ട് പോവാന്നല്ലാണ്ട് ഒന്ന് കാല് നനയ്ക്കാൻ പോലും സമ്മതിക്കൂല അമ്മ. അതിനൊന്നാമത്തെ കാരണം ഡ്രസ്സാണെങ്കിൽ രണ്ടാമത്തെ കാരണം എൻ്റെ നാളാണ്. ഗൈസ്, ഞാൻ ചിന്തിച്ചത് ചോദ്യനാളിലാണ്. നമ്മുടെ ഈ കടലമ്മയും ചോദ്യനാളും തമ്മിൽ ഒട്ടും ചേരില്ലെന്നാ പറയാറ്. ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിലും പ്രേതത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു സമയം അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.